മാജിക് അവൻ പവർഡ് ബൈ ടേസ്റ്റി നിബിൾസിലേക്ക് സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. കേരളയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ. അങ്ങനെ മറ്റൊരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തിലാണെന്നറിയാം. ഓരോ പുതുവർഷവും നമ്മൾ സന്തോഷത്തോടു കൂടി വരവേൽക്കണം. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് വിചാരിക്കുന്നതാണ് നല്ലത്. കാര്യം നമ്മൾ സന്തോഷം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് റെസൊല്യൂഷൻസ് എടുക്കുന്ന ദിവസമാണിന്ന്. അതായത് ഈ പുതുവർഷം നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ തെറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു, കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തു, ഇനി അതൊന്നും ഉണ്ടാകാൻ പാടില്ല, എന്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യണം, ആരെയെല്ലാം നമ്മൾ സഹായിക്കണം, നമ്മളുടെ സ്വഭാവത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട മാറ്റങ്ങൾ, ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പറ്റിയ ദിവസമാണ്. ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടാണ് നമ്മളെല്ലാവരും തന്നെ പുതുവർഷത്തെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യം നമ്മളുടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞ ജനുവരി 1 അപ്പോൾ ഒരു പുതിയ വർഷം 2017 ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല നല്ല റെസൊല്യൂഷൻസ്, നല്ല നല്ല പ്രതിജ്ഞകളൊക്കെ എടുത്തിട്ട് മുന്നോട്ട് പോകാം. പിന്നെ നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ, അല്ലെങ്കിൽ ഇനി എത്രത്തോളം ഭാഗ്യവാന്മാരായിരിക്കും അല്ലെങ്കിൽ ഭാഗ്യവതികളായിരിക്കും ഇനിയുള്ള വർഷങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, നമ്മുടെ സംതൃപ്തി, അതിനൊക്കെ ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെ പ്രയോജനം കിട്ടുന്നു, നമ്മളുടെ അത്രത്തോളം ഭാഗ്യമില്ലാത്ത, നമ്മളെക്കാട്ടിലും കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടാകും. അവരെക്കുറിച്ചൊക്കെ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ ആലോചിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ സന്തോഷം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പങ്കുവയ്ക്കുമ്പോഴും എപ്പോഴും മനസ്സിൽ ആ ഒരു വിചാരവും കൂടി ഉണ്ടാവണം. എന്തായാലും നല്ല നല്ല അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പം നമ്മളും ഇന്ന് മാജിക് അവനിലൂടെ ഈ വർഷം മുഴുവൻ പുതിയ പുതിയ വിഭവങ്ങൾ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാനും പ്രത്യാശിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നതിനൊരു മധുരം കൊണ്ടാണ്. അപ്പോൾ മധുരം എന്ന് പറയുമ്പോൾ ഏതൊരു നല്ല കാര്യത്തിനും സ്റ്റാർട്ടിങ് മധുരം തന്നെയാണ്. മധുരത്തിൽ തന്നെ തുടങ്ങിയാൽ ആ വർഷം മുഴുവൻ മധുരതരമായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു നാടൻ സ്വീറ്റ് അല്ല ഞാൻ ചെയ്യുന്നത്. ഒരു വ്യത്യസ്തമായ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിഷ്കൃതമായിട്ടുള്ളൊരു സ്വീറ്റാണ്. പക്ഷെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇങ്ങനെ മുന്തിയ ബേക്കറികളിലെല്ലാം കിട്ടുന്ന പല പല ഫാൻസി ആയിട്ടുള്ള പേസ്ട്രീസൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ വിഭവങ്ങൾ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് പരീക്ഷിക്കേണ്ടത്. ഇതൊരു ടാർട്ടാണ്. ടാർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചെറിയ ചെറിയ ടാർട്ട് കേസിലും ഉണ്ടാക്കും, വലിയ ടാർട്ട് പാനിലും നമ്മൾ ടാർട്ട്സ് തയ്യാറാക്കും. ടാർട്ട്സ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ ചെയ്യാം. മൈദമാവ് കൊണ്ട് ഒരു ടാർട്ട് ബേസ് ഉണ്ടാക്കിയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ബിസ്ക്കറ്റ് ബേസിലും ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ചോക്ലേറ്റ് ടാർട്ട് എന്ന് പറയുമ്പോൾ അതൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ ഒരു ടാർട്ടാണ് ബേസ്. അതിൻ്റെ കൂടെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് ബ്ലൂബെറി, എന്തൊരു കോമ്പിനേഷൻ അല്ലേ, വൈറ്റ് ചോക്ലേറ്റ്, ബ്ലൂബെറി ആൻഡ് ചോക്ലേറ്റ് ടാർട്ട്. അപ്പോൾ അതാണ് നമ്മുടെ വിഭവം. അപ്പോൾ നമ്മളുടെ ഈ ചോക്ലേറ്റ് ടാർട്ട് വിത്ത് വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് ബ്ലൂബെറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓറിയോ ബിസ്ക്കറ്റ് 3 പാക്കറ്റ്, വെണ്ണ 100 ഗ്രാം, വൈറ്റ് ചോക്ലേറ്റ് 200 ഗ്രാം ചെറുതായി ചുരണ്ടിയെടുത്തത്, ഫ്രഷ് ക്രീം 1/4 കപ്പ്, ബ്ലൂബെറീസ് 1/2 കപ്പ്, പഞ്ചസാര 1/4 കപ്പ്. അപ്പോൾ നമുക്കിനി നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് ബ്ലൂബെറി ടാർട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇതെന്തൊക്കെയാണ് വേണ്ടത്? ബ്ലൂബെറി എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ നാട്ടിൽ ചെറിയ മുന്തിരിങ്ങ മാതിരിയൊക്കെ ഇരിക്കും, പക്ഷേ നമ്മുടെ നാട്ടിലെ ഐറ്റം അല്ല ബ്ലൂബെറി. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറിയിൽ വരും. മുന്തിയ സൂപ്പർ മാർക്കറ്റ്സിലെ ഇത് കിട്ടുള്ളൂ. ഫ്രോസണായിട്ട് ഇത് ഫ്രഷാണ്, പക്ഷേ ഫ്രോസൺ ആണ്. ഫ്രോസൺ എന്ന് പറയുമ്പോൾ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് വരുന്നതാണ്. പക്ഷെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ബ്ലൂബെറി, കുറച്ച് ബ്ലൂബെറി, അപ്പോൾ ഇച്ചിരി പുളിയുള്ള ഒരു പുളിയും മധുരവും ഒക്കെ ആയിട്ട് വരുന്ന ഒരു പേർപ്പിൾ കളറിലെ ഒരു ഫ്രൂട്ടാണ് ബ്ലൂബെറി. ബെറിയാണത്. ബെറി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ബെറി അത് തന്നെ. അപ്പോൾ നമ്മൾ ബ്ലൂബെറി, ബ്ലാക്ക് ബെറി എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ബെറി, ചെറിയ മുന്തിരിങ്ങ മാതിരി. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്ട്രോബെറി ഒക്കെ ചെയ്യുന്ന പോലെ ഇതിനെ ഒരു അടുപ്പ് കത്തിക്കാം. ഒരല്പം പഞ്ചസാര, ഇതിപ്പോൾ ഒരു കപ്പോളം ബ്ലൂബെറി എടുത്താൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ അതിങ്ങനെ സിറപ്പി ആയിട്ട് വരും. ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഈ ബ്ലൂബെറിയിൽ നിന്നും കുറച്ച് ചെറുതായിട്ടൊന്ന് പൊട്ടി അതിൻ്റെ ജ്യൂസും ഒക്കെ ഇറങ്ങും. ഇതിനൊരു പേർപ്പിൾ കളറാണ്. ആ കളറാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ. നല്ല ഒരു വയലറ്റ് കളർ വരും. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കൂടെയൊക്കെ അത് ചേർക്കുമ്പോൾ അത് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കളർ കോമ്പിനേഷനാണ്. അതായത് നോക്കൂ, ആ പഞ്ചസാര അലിഞ്ഞു തുടങ്ങിയപ്പോൾ ആ ബ്ലൂബെറിയുടെ കളർ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു.
ആ ഫ്രോസൺ ബ്ലൂബെറി ഇങ്ങനെ സോഫ്റ്റായി തുടങ്ങി. പിന്നെ ഒരു മധുരമൊക്കെ കൂടുതലായിട്ട് വരും. ചെറുതായി ഒന്ന് വാടിയാൽ മാത്രം മതിയാണ്. അങ്ങനെ നമ്മളുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞു, ബ്ലൂബെറി ഇങ്ങനെ ജ്യൂസി ആയിട്ട് മാറി. അപ്പോൾ നല്ലൊരു ഡാർക്ക് പേർപ്പിൾ കളർ, വയലറ്റ് കളർ കാണാൻ സാധിക്കും. ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാം, മാറ്റി വയ്ക്കാം. കണ്ടല്ലോ ബ്ലൂബെറി, ഇതാണ് നമ്മളുടെ ബ്ലൂബെറി. ഈ ബ്ലൂബെറീസ് ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ്. നമ്മൾ പണ്ട് കേട്ടിട്ടില്ലാത്ത അത്രയും ഫ്രൂട്ട്സ് ഇപ്പോൾ ആൾക്കാർക്ക് വളരെ പരിചിതമാണ്. ഇപ്പോൾ സ്ട്രോബെറി ഒക്കെ തന്നെ നമുക്ക് വളരെ കോമൺ ആയി കഴിഞ്ഞു, സ്ട്രോബെറി. അതുപോലെ ഇപ്പോൾ ബ്ലൂബെറി, പല ടൈപ്പ് ഓഫ് ബെറീസ് ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഡിസേർട്ട്സിലോ അല്ലെങ്കിൽ പേസ്ട്രീസിലൊക്കെ അലങ്കാരമായിട്ടൊക്കെ ഉപയോഗിക്കാനും ഭയങ്കര രസമാണ്. അതാണ് അതിൻ്റെ ഒരു ഭംഗി. റാസ്ബെറി, ബ്ലൂബെറി, ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്ത് ഭംഗി അറിയോ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ കളർ. നോക്കൂ, നല്ലൊരു വയലറ്റ് പിങ്ക് കളർ, പേർപ്പിൾ, നല്ല ഭംഗി. അതിൻ്റെ ജ്യൂസിൽ കിടക്കുകയാണ്. ആവശ്യമുള്ളപ്പോൾ നമുക്കതൊന്ന് എടുക്കാം. ഇത് നമ്മളുടെ ചോക്ലേറ്റ് ഫ്ലേവേർഡ് ബിസ്ക്കറ്റാണ്, ഓറിയോ. ഇത് ആവശ്യത്തിന് എടുക്കുക. ഏകദേശം 2.5 പാക്കറ്റ്, ലോങ് ഷേപ്പിലുള്ള പാക്കറ്റ് 2.5 പാക്കറ്റോളം എടുക്കാം. അതൊന്ന് പൊടിക്കണം, നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മളുടെ ഓറിയോ ബിസ്ക്കറ്റ് പൗഡേർഡ്, പൊടിയായിട്ട് പൊടിച്ചെടുത്തത്. ഞാൻ ആ ക്രീം മാറ്റിയിട്ടല്ല ചെയ്തത്, ക്രീമോട് കൂടി തന്നെയാണ് പൊടിച്ചത്. നല്ല കുഴപ്പമൊന്നുമില്ല. ഇതിവിടെ റെഡിയാണ്. ഇത് ഏതാണ്ട് ഒരു 3 പാക്കറ്റോളം ഉണ്ട്. ഒരു 2.5 പാക്കറ്റിൻ്റെ അത്രയും നമുക്ക് വേണ്ടി വരും. ഇനി വീണ്ടും നമുക്ക് അടുപ്പ് കത്തിച്ച് മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. ഇനി നമ്മളൊരു 100 ഗ്രാം വെണ്ണ ഉരുക്കുന്നു. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു ടാർട്ട് മോൾഡ് ഇതുപോലത്തെ സൈഡൊക്കെ ഇങ്ങനെ ഉള്ള ടൈപ്പ്, ഏത് ഷേപ്പും ആകാം, റൗണ്ട് ആകാം, റെക്റ്റാങ്കിൾ ആകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ഇത് തന്നെ സ്പ്രിംഗ് ഫോം പോലെ ഇങ്ങനെ ഡിറ്റാച്ചബിൾ ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ മേളിൽ 2 പീസായിട്ട് എടുക്കാൻ പറ്റുന്നത്. അതാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ. പക്ഷേ ഇതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഷേപ്പിൽ ഇതിനകത്തേക്ക് ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഒരു പാർച്ച്മെന്റ് പേപ്പർ നമ്മൾ ഡീമോൾഡിങ് എളുപ്പമാക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയാക്കി വെക്കാം. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് വെച്ചത്. ഇവിടെ ഇരിക്കട്ടെ, കറക്റ്റ് ടൈം ആകുമ്പോൾ എടുക്കാം. അപ്പോൾ നമ്മളുടെ വെണ്ണ ഇങ്ങനെ അലിഞ്ഞു തുടങ്ങി. ഇത് 100 ഗ്രാംസ്, 100 ഗ്രാം വെണ്ണ. നല്ലതായിട്ട് വെണ്ണ അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് പൗഡർ ആവശ്യാനുസരണം ചേർക്കും. തീരൽപ്പം കുറയ്ക്കാം. കംപ്ലീറ്റ് വെണ്ണയും അലിഞ്ഞ് മാറിക്കഴിഞ്ഞു. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഈർപ്പം എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ പറ്റും. അങ്ങനെ ബിസ്ക്കറ്റ് പൗഡറും മെൽറ്റഡ് ബട്ടർ എല്ലാം ചേർത്തു. ഏതാണ്ടപ്പോൾ 2.5 പാക്കറ്റ് ബിസ്ക്കറ്റ്, 100 ഗ്രാം വെണ്ണയും. ഇനി ഇത് നമ്മളുടെ ടാർട്ട് മോൾഡിലേക്ക് മാറ്റാൻ പോവാണ് ഞാൻ. മോൾഡിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്യാം.
ബിസ്ക്കറ്റ് ബേസ് നന്നായിട്ട് അമർത്തി വെച്ചു. ഇതാണ് നമ്മുടെ ടാർട്ട് കേസ്. ഇനി ഇത് ഫ്രീസറിൽ അത് അല്പസമയം വയ്ക്കുമ്പോൾ അത് നന്നായിട്ട് ഉറയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. ഇനി നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെന്താ വേണ്ടത്? ഒരു ചോക്ലേറ്റ് ഗനാഷിന് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം, ഏതാണ്ടൊരു 3/4 കപ്പോളം ഫ്രഷ് ക്രീം ചൂടാക്കാം. എന്നിട്ട് നല്ല ചൂടാവട്ടെ. ഇതേ ഒരു 200 ഗ്രാംസ് 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റ് ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ഈ ഫ്രഷ് ക്രീം നല്ലതായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ല ചൂടായി കഴിഞ്ഞാൽ അത് ഇതിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ അത് റെഡിയാണ്. നല്ലതായിട്ട് ചൂടായി, ഏതാണ്ട് ബോയിലിംഗ് പോയിൻ്റ് എത്താറായി. തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ വൈറ്റ് കളറിലെ ഫ്രഷ് ക്രീം നല്ല ചൂടോടുകൂടി വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ചൂടായിട്ട് തന്നെ ഇളക്കി കഴിഞ്ഞാൽ ഇനി ഒരു ട്രെൻഡാണ്, അത് പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ട് ഫാസ്റ്റായിട്ട് മെൽറ്റാകും. നമ്മുടെ വൈറ്റ് ഗനാഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. സ്മൂത്ത്, നല്ല ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽറ്റാകും. കുറച്ചുകൂടി വലിയ പീസസ് ആയിട്ട് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മുകളിൽ ക്രീം ഇങ്ങനെ നല്ല ബോയിലിംഗ് പോയിൻ്റ് എത്താറാകുമ്പോൾ ഒഴിച്ച് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് അതിലേക്കൊന്ന് ചൂട് കയറാനായിട്ട് സമയം കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ തടിത്തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നല്ല ഫൈൻ പൗഡർ പോലെയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അത് കാരണം പെട്ടെന്ന് തന്നെ ആയി. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ വൈറ്റ് ഗനാഷ് ഇവിടെ റെഡിയാണ്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്. അല്പം നേരം ഇരിക്കുമ്പോൾ അത് വീണ്ടും കുറുകി കുറച്ചുകൂടി തിക്കാവും, കട്ടിയായിക്കൊണ്ടേ ഇരിക്കും. തണുക്കുന്നതിനനുസരിച്ച് അതിന് തിക്നെസ് അല്ലെങ്കിൽ കട്ടി വരും. അപ്പോൾ നല്ല സ്മൂത്തായി കഴിഞ്ഞു. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ടാർട്ട് കേസ് റെഡിയായി വരട്ടെ. ആ സമയം കൊണ്ട് ഫില്ലിങ്ങും കുറച്ചുകൂടി ഒന്ന് തിക്കാകും, ആ ചൂട് കുറച്ചൊന്ന് കുറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ കാണും. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ നമ്മുടെ ടാർട്ട് ഫേസ് ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് മാറ്റി അതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാൻ പോവാണ്. അതാണ് നമ്മുടെ ഫില്ലിംഗ്. ഇത് സെറ്റായി കഴിയുമ്പോൾ നല്ല കട്ടിയാകും. ഇച്ചിരി സമയം കൂടി കഴിയുമ്പോൾ അത് നല്ല കറക്റ്റ് പാകത്തിന് ആയി കഴിയും. അപ്പോൾ ടാർട്ട് കേസിൻ്റെ ഉള്ളിലെ ഗനാഷ്. ഇനി എന്താണ്, നമ്മൾ ബ്ലൂബെറി ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് അല്ലേ നമ്മുടെ തീം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ബ്ലൂബെറീസ് കൊടുക്കാം. കണ്ടല്ലോ ബ്ലൂബെറിയുടെ കളറ്, ഇതാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ കഴിക്കുന്ന സമയം നമുക്ക് ഇച്ചിരി ഒരു ചെറിയൊരു സിട്രസ്, ചെറിയ പുളിയും മധുരവും ഒക്കെ ആയിട്ട് ആ ബ്ലൂബെറിയുടെ ഒരു ടേസ്റ്റും വൈറ്റ് ചോക്ലേറ്റും പിന്നെ താഴെ കാണുന്ന ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ബേസും എല്ലാം കൂടി ചേർന്ന് അതിഗംഭീരമായ സ്വാദായിരിക്കും. അപ്പോൾ ഇനി വീണ്ടും ഞാനിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നു, നന്നായിട്ടൊന്ന് സെറ്റാക്കി.
അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റാകും. അതുവരെ വെയിറ്റ് ചെയ്യാം. ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ നമ്മളുടെ ടാർട്ട് ഫില്ലിംഗ് എല്ലാം നല്ല ഉറച്ചു കഴിഞ്ഞു. ഞാൻ ഫ്രീസറിലാണ് വെച്ചത്. അപ്പോൾ ഡീമോൾഡ് ചെയ്യാൻ എളുപ്പമായി. കാര്യം നമ്മളിത് പാച്ച്മെൻറ്റ് പേപ്പർ ഇട്ടിട്ടാണ് ആ പാത്രത്തിൽ വെച്ചത്. നോക്കൂ, ഈസി ആയിട്ട് ഡീമോൾഡായി. നോക്കൂ, ഒരു പാത്രം പോലെ തന്നെ ആ ഷേപ്പിൽ തന്നെ കിട്ടി. പേപ്പറും കളഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ നമ്മളുടെ ബ്യൂട്ടിഫുൾ ചോക്ലേറ്റ് ആൻഡ് ബ്ലൂബെറി ടാർട്ട് ഇവിടെ റെഡിയാണ്. അത് നമുക്കിങ്ങനെ വെഡ്ജസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് സ്പൂണും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കഴിക്കാം. ആ രീതിയിൽ തന്നെ കഴിക്കണം. കാര്യം ഇത് അകത്തെ ഭാഗം ഫഡ്ജിയാണ്. കാര്യം അത് ചോക്ലേറ്റാണ്, അതിൻ്റെ ഗനാഷാണ്. കുറച്ച് എന്താ പറയുക, ഫഡ്ജി ടൈപ്പാണ്. അതുകൊണ്ട് അതിങ്ങനെ എടുക്കുമ്പോൾ സ്പൂൺ വെച്ച് തന്നെ നമ്മളിത് കഴിക്കാൻ നോക്കണം. അപ്പോൾ സ്പൂണിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ആ ചോക്ലേറ്റും ആ ബിസ്ക്കറ്റ് ബേസും എല്ലാം കൂടി അതിമനോഹരമായ സ്വാദായിരിക്കും. ഇടയ്ക്ക് ആ ബ്ലൂബെറിയുടെ ചെറിയൊരു പുളിയും കിട്ടും. അപ്പോൾ പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ നല്ല മധുരമുള്ള ഒരു വിഭവമായിട്ട് നമ്മളുടെ പുതുവത്സരം നമ്മൾ ആഘോഷിച്ച് കഴിഞ്ഞു. ഇതൊരു തുടക്കം മാത്രം. നമ്മൾ ഒരു വർഷം മുഴുവൻ ഇനി ആഘോഷിക്കാൻ പോവാണ്. പല രീതിയിൽ നമ്മളെല്ലാവരും തന്നെ നല്ലൊരു പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ. ദൈവവിശ്വാസികളായുള്ളവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. ഇനി വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കൗണ്ടിൽ കാണാം.